ഹായ് കൂട്ടുകാരെ, ഡോറ ബുച്ചി ക്യൂട്ട് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസങ്ങളായില്ലേ. അപ്പോൾ പലരും പല രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പലരും അവരുടേതായിട്ടുള്ള കുറേ അഭിപ്രായങ്ങൾ പറയുന്നു. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ പല കമൻറ്റും കണ്ടിട്ട് നമ്മൾ സത്യത്തിൽ മൈൻഡ് ചെയ്യാതിരിക്കുവാണ്. കുറേ കമൻറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട് പല രീതിയിലുള്ള. നമ്മളതൊന്നും കണ്ടിട്ട് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. വെറുതെ എന്തിനാണ് നമ്മളായിട്ട് ഇപ്പം നമ്മളെന്തെങ്കിലും പറയുകയാണെങ്കിൽ പിന്നെ പറയും നമുക്ക് അഹങ്കാരമാണ്, നമുക്ക് പണം വന്നതിൻ്റെ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും മിണ്ടാതിരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊന്നും പറയാനായിട്ട് വന്നതാണ്. ചില ആൾക്കാരുടെ മനസ്സിലേക്ക് വന്ന തെറ്റിദ്ധാരണ, അത് നമ്മൾ കുറേ തവണ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ എങ്കിലും ഒന്ന് ചെറുതായിട്ട് ഒന്നും കൂടെ ക്ലിയർ ചെയ്യാം. പിന്നെ അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഞാൻ മാത്രമാണല്ലോ സംസാരിക്കുന്നത്. എനിക്ക് കണ്ടന്റ് എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഇച്ചായൻ വിശേഷങ്ങളാണ്. അപ്പം ഇച്ചായൻ പറയുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഇരുന്ന. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചിലപ്പം ഒരുപക്ഷെ ന്യൂ സബിനെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് പുതുതായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ അറിയാത്തതുകൊണ്ടായിരിക്കാം പലരും ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിത് കുറേ തവണ പറഞ്ഞതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ മറുപടി പറയാതിരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും വരുന്നൊരു ചോദ്യം, ഡോറ ഇപ്പം വയ്യാതെ ആയിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ വയ്യാന്ന് പറഞ്ഞ് വീഡിയോസ് ഇടുന്നുണ്ട്. പിന്നെ നല്ല രീതിയിലിരിക്കുമ്പോൾ അതിൻ്റെയും വീഡിയോസും കാര്യങ്ങളും നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ഈ വയ്യാന്ന് പറഞ്ഞ് വീഡിയോ ഇടുമ്പം വരുന്നൊരു കമൻറ്റ്, ഇത്രയും വയ്യാതിരുന്നിട്ട് എന്തിനാണ് കുഞ്ഞിനെ നോക്കിയത്, ഡെലിവറിയോടുകൂടിയല്ലേ ഇത് അസുഖം വന്നത്, അപ്പം പ്രഗ്നൻ്റ് ആവാൻ പറ്റാഞ്ഞിട്ടും എന്തിനാണ് പ്രഗ്നൻ്റ് ആയത്, പിന്നെന്താണ് വയ്യാതിരുന്നിട്ട് ഈ പണിക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കുറേ കമൻറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ചിലതൊക്കെ നെഗറ്റീവാണ്, ചിലതൊക്കെ ആണെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെ ചോദിക്കുന്ന സംശയങ്ങളാണ്. ഇപ്പോഴത്തെ എൻ്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് അവർ വിചാരിച്ച് കാണും നേരത്തെയും എനിക്ക് ഇതേപോലത്തെ ഇത്രയധികം ഉണ്ടായിരുന്നില്ല, ഡെലിവറിക്ക് മുൻപ് ഉണ്ടായിരുന്നായിരിക്കാം എന്ന് വിചാരിച്ചാണ് കമന്റ് ഇടുന്നത്. പക്ഷെ നേരത്തെ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. അല്ല, പലരും പറയുന്ന കമന്റ് എന്ന് വെച്ചാൽ ഡെലിവറിക്ക് മുമ്പ് ഡോറയ്ക്കൊന്നും കുഴപ്പമില്ലായിരുന്നല്ലോ, ഡെലിവറിക്ക് ശേഷമല്ലേ കുഴപ്പം വന്നത്. അതായത് നിനക്ക് ഡെലിവറിക്ക് മുൻപ് അസുഖമില്ലായിരുന്നു, ഡെലിവറിക്ക് ശേഷമാണ് അസുഖം വന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പല ആൾക്കാരും. യഥാർത്ഥത്തിലുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് 6 വയസ്സ് തൊട്ട് ഈ അസുഖം സ്റ്റാർട്ട് ചെയ്തതാണ്. അതായത് അവളുടെ കുഞ്ഞ് കാലം തൊട്ടേ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ഇടയ്ക്ക് തീരെ നടക്കാനൊന്നും പറ്റാതെ കിടപ്പിലായിട്ടുണ്ടായിരുന്നു. നമ്മളിത് കുറേ തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പോൾ എഴുന്നേക്കാനൊന്നും പറ്റാതെ കിടപ്പിലായ ഒരു രീതിയിലായിരുന്നു. പിന്നെ കുറച്ച് നാൾ മുൻപ് ഡോറയാണെങ്കിൽ ഒരു 4-5 കൊല്ലത്തിന് മുൻപാണെന്ന് തോന്നുന്നു നല്ലോണം നടന്നൊക്കെ തുടങ്ങിയത്. പിന്നെ അന്നേരം 4-5 കൊല്ലം അല്ലല്ലോ, കുറേ കാലമായില്ലേ. +2 പഠിക്കുമ്പോൾ മറ്റേ ഹോമിയോ മരുന്ന് സ്റ്റാർട്ട് ചെയ്താണ് നടക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമാണ്. എന്നായിരിക്കും വർഷം ഒന്നും ഓർക്കുന്നില്ല. എന്തായാലും ഞാൻ കാണുന്ന സമയത്ത് എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് ഇവളുടെ അമ്മയും പറഞ്ഞിട്ടുണ്ട് നല്ലോണം നടക്കാൻ പറ്റത്തില്ല, കുറച്ച് ദൂരം നടക്കുമ്പോൾ വേദനയാണ്, ഇപ്പോഴാണ് കുറച്ചൊരു ആശ്വാസമായി വരുന്നത്. അതായത് ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ 6-7 കൊല്ലം ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് നല്ലോണം നടന്നു തുടങ്ങിയത് ഇപ്പോഴാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ചാൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഡെലിവറിക്ക് മുൻപ് ഡോറ നന്നായി നടക്കുമായിരുന്നു. പ്രഗ്നൻസി ടൈമിലൊക്കെ ഡോറയുടെ അസുഖം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് നമ്മുടെ എൻ്റെ വീട്ടിൽ പോയ സമയത്തൊക്കെ ഞാൻ നടക്കുന്നതും ആ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈവനിങ് നടക്കുന്നതൊക്കെ വയറൊക്കെ വെച്ചോണ്ട് അന്നേരം ഒന്നും വേദന ഇത്രയും എന്നാൽ കയറി ഇറങ്ങും എല്ലാം ചെയ്യായിരുന്നു. ഇത്ര നടക്കാനുള്ള എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നടക്കുന്ന രീതിയിലല്ലായിരുന്നു. മടങ്ങിയൊക്കെ ഇരിക്കും വേദന. പക്ഷെ ഇപ്പം ഞാൻ നടക്കുന്ന കറക്റ്റ് ഇവിടം കൊണ്ട് കാലിങ്ങനെ നടക്കുന്നു. പക്ഷെ അന്ന് അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു നടക്കാനായിട്ട്. പിന്നെ ആ സമയത്തെന്ന് വെച്ചാൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് ഒരു 3 മാസം വരെ ഒന്നും ഡോറയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അത് പ്രഗ്നൻ്റായി ഡെലിവറി സമയത്ത് വന്ന അസുഖമല്ല, ഇത് സ്റ്റാർട്ടിങ് തൊട്ടേ ഉള്ളതാണ്. ഞാൻ എന്താ പറയുക, മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്ത് നമ്മൾ പോയല്ലോ. ആ സമയത്ത് എനിക്ക് ഇങ്ങനത്തെ അസുഖം കൊണ്ട് മരുന്ന് കഴിക്കുന്നതുകൊണ്ടൊക്കെ ഗൈനക്കിൽ ചോദിച്ചപ്പം അന്നേരം അവർ റുമറ്റോയിഡ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള റുമറ്റോയിഡ് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഈ പറയുന്ന RA ഫാക്ടർ ഫുള്ള് കാര്യങ്ങളും ചെയ്തപ്പം അതിനകത്തൊന്നും കുഴപ്പമില്ല. അന്നേരം ഡോക്ടർ പറഞ്ഞായിരുന്നു ഡെലിവറി കഴിഞ്ഞ് 3 മാസം ഇപ്പോൾ പ്രഗ്നൻസി ടൈമിൽ ഹോർമോൺ ചേഞ്ച് വന്നിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പം കുഴപ്പമൊന്നുമില്ലാത്തത്. ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പെയിൻ വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 3 മാസം വരെ എന്തായാലും ദൈവം സഹായിച്ച് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കളിച്ചോ അമ്മയും വീഡിയോ എടുത്തിട്ട് എടുക്കാം. അപ്പോൾ
ഡെലിവറി കഴിഞ്ഞ് 3 മാസം വരെയും ഒരു രീതിയിലുള്ള കുഴപ്പവും കാര്യങ്ങളും ഇല്ലായിരുന്നു. പിന്നെ ഒരു ചെറിയ പനി വന്നതിന് ശേഷം പിന്നെ ഈ കൂടെ ESR എല്ലാം കൂടി കൂടിയപ്പോഴത്തേക്ക് അന്നേരം ഡെലിവറി കഴിഞ്ഞ സമയത്തും എനിക്ക് പ്രസവരക്ഷയില്ല. ഞാൻ അന്നേരം നല്ല വണ്ണമൊക്കെ വെച്ചു. നമ്മുടെ ആ വീഡിയോസ് അറിയാൻ പറ്റും. നല്ല ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോറ വെളുത്തു, ഡോറയ്ക്ക് വണ്ണം വെച്ചു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് പനി നമ്മൾ അന്നേരം വിശ്വസിക്കുന്നില്ല, റൊമറ്റോയിഡിൻ്റെ പനിയാന്ന് വിചാരിക്കുന്നില്ല. നമ്മളല്ലാതെ പണ്ടും അങ്ങനെയായിരുന്നു, സാധാ പനിക്കാന്നുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുത്തിരുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ ഈ റൊമറ്റോയിഡ് ഉള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്തെങ്കിലും അത് നെഗറ്റീവായിരുന്നു. പക്ഷെ ഇതുപോലെ ദേഹത്തിന് വേദനയും നടക്കാൻ വയ്യാതെയും തളർന്നു പോയപ്പോഴാണ് നമുക്ക് തോന്നിയത് ഇത് റൊമറ്റോയിഡിൻ്റെ തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ പിന്നെ ഒരു ഫിസിഷ്യനെ കാണിച്ചതിന് ശേഷമാണ് ഡോറ ഇപ്പം നടന്നു തുടങ്ങിയത്. അന്നേരം ഇച്ചിരി തന്നെ എനിക്ക് സത്യത്തിൽ തിരിഞ്ഞു പോലും കിടക്കാൻ പറ്റത്തില്ലായിരുന്നു, പണ്ടത്തെ പോലെ ആയിപ്പോയായിരുന്നു. അന്നേരം ഞാൻ പറയുകയും ചെയ്തു, ഇതേപോലെയായിരുന്നു എനിക്ക് പണ്ടും, ഇങ്ങനെ ഇച്ചായനാണ് എന്നെ തിരിച്ച് കിടത്തുന്നതും എഴുന്നേൽപ്പിക്കുന്നതും കിടത്തുന്നില്ല എല്ലാം ചെയ്യുന്നത്. അത് അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ട് തന്നെ പോയപ്പോൾ മനസ്സിലായി ഇത് റൊമറ്റോയിഡിൻ്റെ പനി തന്നെയായിരുന്നു വന്നതെന്നുള്ളത്. പിന്നെയാണ് ആ മരുന്ന് കഴിച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് നേരെ കിടക്കാനും ഇരിക്കാനും ഒക്കെ ഉള്ളൊരു ഇത് വന്നത്. നമുക്ക് ഡോറയ്ക്ക് കുഞ്ഞിനെയൊന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ആദ്യമായിട്ട് കുഞ്ഞിനെ എടുത്ത സമയത്തൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, ഡോറ കുഞ്ഞിനെ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. എടുക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് കുഞ്ഞിനെ എടുക്കാൻ പറ്റിയല്ലോ. ഫീഡ് ചെയ്യാൻ വേണ്ടി മാത്രം തലയെണ്ണയിലിട്ട് വെച്ച് തരും. അതിന് ഇങ്ങനെ കസേര ഇരിക്കും, എന്നിട്ട് ഫീഡിങ് പില്ലോ വയ്ക്കും, എന്നിട്ട് കുഞ്ഞിനെ എടുത്ത് കൈ കൊടുക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ എന്തായാലും ഓക്കെ ആയി വരുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഈ വരുന്നത് ഈ റൊമറ്റോയിഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. അമവാദം എന്ന് പറയുന്നത് സന്ധിവാദം പോലെയൊക്കെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. അത് മാറത്തില്ല, നമ്മൾ എത്ര മാറ്റാൻ ശ്രമിച്ചാലും മാറത്തില്ല. കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളൂ. ഇതിനുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കിപ്പോഴാണെങ്കിൽ വേറെ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് അതുപോലെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൂടെ അങ്ങനെയൊക്കെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ആണ് ഇപ്പോൾ എടുത്തത്. നമ്മൾ ഇതിൻ്റെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇപ്പോൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പൈസ ആയതിനു ശേഷം കുറച്ചുകൂടെ നല്ലൊരു ചികിത്സ എന്തായാലും ഇതിന് കൊടുക്കണമെന്നുണ്ട്. ഇപ്പം നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിലുള്ള ചികിത്സയും നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കുഴപ്പമില്ലാത്തൊരു വരുമാനവും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ചികിത്സയും കാര്യങ്ങളും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ പലരുടെയും ഡൗട്ട് ഇപ്പോൾ ക്ലിയർ ആയി കാണും. ഡെലിവറി കൊണ്ടോ പ്രഗ്നൻസി ഉള്ളൂ ആ ഒരു ടൈമിലോ വന്ന അസുഖമല്ല. ഇത് ജനിച്ച ഒരു 6 വയസ്സ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. 6 വയസ്സിന് ശേഷം വന്നൊരു അസുഖമാണ്. പിന്നെ നമ്മൾ അപ്പം കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വിരലുകളും അതുപോലെ ഹൈറ്റ് വളർച്ചയൊക്കെ ബാധിച്ച്. പിന്നെ പലരും ചോദിക്കുന്നത് ഈ പണിക്ക് നിൽക്കുന്നില്ല. ഞങ്ങൾ സത്യത്തിൽ പ്രഗ്നൻസി നോക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ ഡോക്ടർമാരും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിക്കുക, അതിനുള്ള കുറിച്ചുള്ള ഡൗട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിച്ചറിഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ചറിഞ്ഞു. വേണ്ട മെഡിസിൻസും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് തന്നെയാണ് പ്രഗ്നൻസി നമ്മൾ നോക്കിയത്. പിന്നെ വിവാഹം കഴിക്കുന്ന ഏതൊരു പുരുഷനാണെങ്കിലും ഒരു സ്ത്രീക്കാണെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവും, ധൈര്യം കൂടെ വേണം, ഒരു കുഞ്ഞെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ പോയി. അത് ദൈവം എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു. ആ ഹോസ്പിറ്റലിൽ കോട്ടയത്ത് ഇങ്ങനെ ഒരു ചരിത്രത്തിലാദ്യമായിട്ടോ. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അവർ പറഞ്ഞായിരുന്നു ഞങ്ങളൊക്കെ വൈറലാക്കണം. പക്ഷെ പിന്നീട് ഞങ്ങൾ വിചാരിച്ചായിരുന്നു ഒരു തവണ പോകണം, അവരെ ഡോക്ടേഴ്സിന് സിസ്റ്റർമാരെയൊക്കെ കാണണം എന്നൊക്കെ. പക്ഷെ പിന്നീട് നമുക്ക് അങ്ങോട്ട് വയ്യാതെ അവന്റെ ചെക്കപ്പും കാര്യങ്ങളും ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് നമുക്ക് പിന്നെ അങ്ങോട്ട് പോകാനേ പറ്റത്തില്ല. സാരമില്ല, ഇനിയൊരു അവസരം കിട്ടണം. അപ്പോൾ ഇതാണ് ഡോറയുടെ അസുഖം എന്ന് പറയുന്നത്. പിന്നെ വരുന്നൊരു പിന്നെ ഇത് ചില സമയത്ത് കൂടും, ചില സമയത്ത് കുറയും. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ശരീരമായി കയ്യും കാലും അനക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ പെയിൻ കുറച്ച് കുറവായിരിക്കും. അതായത് അനങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയത്ത് മാത്രമേ ഉള്ളൂ ഈ അനങ്ങിയാലും വേദന കൂടുന്നത്. ചില സമയത്ത് അനങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേദന കുറവായിരിക്കും. ഇവയ്ക്ക് ഒരേപോലെ അല്ല. ഇവർക്ക് ഏറ്റവും കൂടുതൽ വേദന എടുക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ രാവിലെ രാത്രി നമ്മൾ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കില്ലേ, ആ സമയത്താണ് ചില ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നത്. അതായത് നമ്മുടെ കൈയും കാലൊന്നും അനങ്ങാതിരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് വേദന എടുക്കും. പിന്നെ അതുപോലെ തന്നെ വൈകിട്ട് കുഞ്ഞുമായിട്ടൊന്ന് കിടക്കും. അപ്പോൾ കുഞ്ഞുമായിട്ട് കിടന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്തും ഇതുപോലെ പെയിൻ ഉണ്ടാവാറുണ്ട്. പിന്നെ തണുപ്പുള്ള സമയത്ത് നന്നായിട്ട് വേദന വരാറുണ്ട്. ഒരുപാട് നിന്നാലും വേദന എടുക്കും, ഒരുപാട് ഇരുന്നാലും വേദന എടുക്കും, ഒരുപാട് കിടന്നാലും വഴക്കും. എന്താ എല്ലാം കുറച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ പലരും പറയുന്ന റെസ്റ്റ് എടുത്തൂടെ, റെസ്റ്റ് എടുത്താലും പെയിനാണ്.
കൈയും കാലും ഇങ്ങനെ അനങ്ങുവാണെങ്കിൽ ആ ജോയിൻസിൻ്റെ നീർക്കെട്ടെല്ലാം കുറച്ച് കുറയും. ഈ ജോയിൻസിനെല്ലാം നീർക്കെട്ടായിട്ടാണ് ഇങ്ങനെ കൈയും വിരലും കാലും എല്ലാം ഇരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നീർക്കെട്ട് കുറച്ച് കുറയും. അപ്പോഴാണ് ഇവർക്ക് വേദന കുറച്ച് കുറയുന്നത്. പിന്നെ കൂടെ പെയിൻ കില്ലറും ചില സമയത്ത് കഴിക്കുമ്പോൾ നോർമൽ ആവാറുണ്ട്. ആ സമയത്ത് നമ്മളെപ്പോഴും റെസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേദന കൂടുക ചെയ്യുന്നത്. പിന്നെ കയ്യോ കാലോ അനങ്ങുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പലരും പറഞ്ഞിട്ടുണ്ട് ഡോറ ചോറ് കഴിക്കുന്ന കാണുമ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ സഹായിച്ചോളൂ. യഥാർത്ഥത്തിൽ സഹായിച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ ഓവറായിട്ട് നമ്മൾ അവളുടെ കാര്യങ്ങളെല്ലാം അവളെ ചെയ്യാൻ വിടാതെ നമ്മളായിട്ട് തനിയെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വേദന വീണ്ടും കൂടും. കാരണം ശരീരം അനങ്ങാതിരിക്കുന്ന സമയത്ത് ജോയിൻസ് എല്ലാം വീണ്ടും സ്റ്റക്കാവും. സ്റ്റക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജോയിൻസിന് ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ വേദന മൊത്തം ഇവള് സഹിക്കണം. ആ സമയത്ത് ജസ്റ്റ് ഒന്ന് അനക്കി ചലിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പെയിൻ കുറച്ച് കുറവായിരിക്കും. പെയിൻ കില്ലർ അധികം കഴിക്കേണ്ടി വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവളുടെ രീതിയിൽ തന്നെ വിടുന്നത്. പിന്നെ മാക്സിമം ഇറങ്ങി നടക്കാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പിന്നെ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് അവർക്ക് തനിയെ ഇറങ്ങാനും കയറാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും. പിന്നെ ഈ കുറച്ച് ദിവസമായിട്ട് എനിക്ക് അധികം വേദനയും ആയിരുന്നു. ഷോൾഡർ അല്ലെങ്കിൽ മുട്ടിന് ഭയങ്കര വേദന. പിന്നീട് ജോലിയും കാര്യം കഴിയുമ്പോഴത്തേ പിന്നെ മഴയായി, പിന്നെ ഇറങ്ങാനുള്ള ടൈം കിട്ടും. നേരത്തെ വെച്ചാൽ രാവിലെ ആയിരുന്നു. ഇപ്പോൾ രാവിലെ എന്ന് വെച്ചാൽ രാവിലെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഫുള്ള് സ്കൂളിൽ വിടണ്ടേ, അതിൻ്റെ തിരക്ക്, ഫുഡ് ഉണ്ടാക്കണം, പിന്നെ ഗപ്പൂട്ട് വെക്കണം, പിന്നെ ഗപ്പൂട്ടിന് ഉറക്കാൻ കയറ്റുന്നതാണ് സീൻ. 1.5-2 മണിക്കൂർ കിടന്ന് പയറ്റണം, ഉറങ്ങണം. അതൊന്ന് ഉറക്കിക്കടുത്ത് അടുക്കള വന്ന് അടുത്ത ജോലി ചെയ്യുമ്പോഴത്തേനും അവിടെ എഴുന്നേറ്റ് കരയും, പിന്നെയും വന്ന് കിടക്കണം. അതുകൊണ്ട് ഒട്ടും തന്നെ ടൈം അങ്ങോട്ട് കിട്ടില്ല. ഇപ്പം പിന്നെ ഉറങ്ങാറായിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ മുന്നേ തിരുനാളിൽ വീഡിയോ എടുത്തിട്ട് വന്നിരുന്നതാണ്. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇപ്പം ഞാൻ ക്ഷീണിച്ചത് കണ്ടില്ലേ, ഞാൻ ഒന്ന് ബെറ്ററായി വന്നതായിരുന്നു. ഈ കഴിഞ്ഞ ഒരു പനിയും എന്താ നെഞ്ചുവേദനയും കാര്യങ്ങളൊക്കെ വന്ന് ഒന്നും ഇതായിരുന്നല്ലോ. അപ്പൊ അതോടുകൂടി താണ്ട പിന്നെയും ഞാൻ മെലിഞ്ഞതുകൊണ്ടാ. നേരത്തെ ഇവിടെയൊക്കെ ഇച്ചിരി അത്യാവശ്യം തെളിഞ്ഞു വന്നതായിരുന്നു. ഇതാ എൻ്റെ കുഴപ്പം. അതുകൊണ്ടാണ് ഒത്തിരി അങ്ങ് മെലിഞ്ഞു പോയത്. ശരിയാണ്, ഇനി ഒന്നും കൂടെ ആയി വരട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ വരുന്നൊരു ചോദ്യം എന്ന് വെച്ചാൽ പ്രിൻസിൻ്റെയും പ്രിൻസിയുടെയും കാര്യം പറഞ്ഞിട്ട് എന്തിനാണ് ഞങ്ങളുടെ കൂടെ നിർത്തിയിരിക്കുന്നത്, പറഞ്ഞു വിട്ടൂടെ, അവർ അച്ഛനമ്മയും നോക്കത്തില്ലേ? ഇത് സത്യത്തിൽ ഇവർ കൂട്ടുകുടുംബമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന, പിന്നെ എനിക്ക് വയ്യ എന്നും പറഞ്ഞ് ഞാനിവിടെ വന്നിട്ട് അവരിവിടെ നിൽക്കണം, അല്ലെങ്കിൽ എനിക്ക് വയ്യാത്തതുകൊണ്ട് എന്തിനാ നിർത്തിയേക്കുന്നത്, അങ്ങനെയല്ല. ഇപ്പം ഞാൻ പറയാം, നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് എനിക്കറിയാൻ മേല നിങ്ങളൊക്കെ എന്താ ധരിക്കുന്നതെന്നൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇനി സ്നേഹിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നവരായിക്കോട്ടെ, ഞങ്ങളെന്ന് വെച്ചാൽ കുട്ടിക്കാലം തൊട്ടേ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് തന്നെ വളർന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ എൻ്റെ മക്കളുണ്ടായ സമയത്തും ഞങ്ങൾ തന്നെയാണ് അവരച്ഛനമ്മയെ നോക്കുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങൾ തന്നെയാണ് കാര്യമായിട്ട് നോക്കിയിട്ടുള്ളത്. അപ്പോൾ അവർ ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടുന്ന് പോയിട്ട് അവർ ഏകദേശം ഒരു 2 കൊല്ലത്തിനടുത്ത് ആവുന്നേ 2 കൊല്ലം അല്ല, 2 കൊല്ലത്തിനകത്തേ ആവുന്നുള്ളൂ. കാരണം ഡോറ പ്രഗ്നൻ്റ് ആയി ഡോറയുടെ 5-ാം മാസം കഴിഞ്ഞതിന് ശേഷമാണ് അവരിവിടെ നിന്നും താമസം മാറി വയനാട്ടിലേക്ക് പോകുന്നത്. അതുവരെ അവരുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഗബ്രൂട്ടിന് ഇപ്പോൾ 2 വയസ്സാകാറായിട്ടേ ഉള്ളൂ. ഡോറയുടെ 5-ാം മാസത്തിലാണ് അവരിവിടുന്ന് പോകുന്നത്. ഓക്കെ, അതിനുശേഷം സംഗതി എന്താണെന്ന് വെച്ചാൽ അനിയത്തിയുടെ അച്ഛനാണെങ്കിൽ കാലില്ലാത്തതാണ്. അപ്പം അച്ഛൻ മാത്രമേ ഉള്ളൂ, അമ്മയില്ല. അതുപോലെ തന്നെ എൻ്റെ അനിയൻ ഇപ്പം ജോലി കർണാടകയിലാണ്. അപ്പം അനിയത്തിയും അവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ അച്ഛൻ്റെ സഹായം കാര്യങ്ങളാവും. പിന്നെ അവർക്കാണെങ്കിൽ അവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് വീടും വസ്തുവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയത്. അച്ഛനെ നോക്കിയും കാര്യങ്ങളെല്ലാം വേണമല്ലോ, അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയത്. മക്കൾ പോകാത്ത റീസൺ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ മക്കളെ വിട്ടുപിരിയാൻ താല്പര്യമില്ല, ഉള്ളത് പറയാം. പിന്നെ അതുപോലെ തന്നെ മക്കൾക്കും ഇവിടെ നിന്ന് പോകാനൊന്നും ഒട്ടും താല്പര്യമില്ല. മക്കൾക്കും ഞങ്ങളുടെ കൂടെ നിൽക്കാനേ താല്പര്യം. പക്ഷേ ഇതിനകത്ത് ചോദിക്കുന്ന, അപ്പം അമ്മയ്ക്ക് അച്ഛനെ കാണണമെന്ന് ആഗ്രഹമില്ല, അവർക്ക് എന്താ ഇവിടെ വന്ന് നിന്നാൽ, അവരെന്താ നോക്കാൽ, അവരെ കൊണ്ട് ഏൽപ്പിക്കണം. അവർ സ്കൂളിൽ ഒരുക്കി വിടാനൊക്കെ അവർക്ക് ആഗ്രഹം കാണില്ല. എന്താ അമ്മയാ ഇങ്ങനെ ഒരു അത് ഭയങ്കര അങ്ങനെ ഒരു കുറേ ചോദ്യങ്ങൾ. ഇപ്പോൾ പറയാം, ഞാൻ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് ആഗ്രഹമുണ്ടില്ല എന്നല്ല, പക്ഷെ അവരുടെ സാഹചര്യം അങ്ങനെയാണ്. അപ്പം നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലേ ജീവിക്കാൻ പറ്റും. അവിടെ അനിയത്തി മാത്രമാണ് അച്ഛനെ നോക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അനിയൻ കർണാടകയിലാണ്. അപ്പോൾ അവൻ ലീവിന് വരുന്ന സമയത്ത് ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഓണത്തിന് വന്നു, പിന്നെ അതിന് മുൻപും അവൻ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ സമയത്തുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഓണത്തിൻ്റെ വീഡിയോ മാത്രം നമുക്ക് എടുക്കാൻ പറ്റും, അതിന് മുമ്പ് വന്നിട്ടുള്ളതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ അവർ വീഡിയോ കോൾ ചെയ്യാറുണ്ട്, വിശേഷങ്ങൾ വിളിച്ച് അന്വേഷിക്കാറുണ്ട്. അനിയത്തി എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് അനിയത്തിക്ക് തനിയെ വരാൻ പറ്റുന്ന സാഹചര്യമൊന്നുമില്ല. അവന് ലീവ് കിട്ടിയാൽ മാത്രമേ അവൻ അവിടെ വന്നിട്ട് അവളെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ, അല്ലാതെ അവൾക്ക് തനിയെ വരാനൊന്നും പറ്റില്ല. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെയാണ് കുഞ്ഞുങ്ങൾ, ഇവിടുത്തെ സ്കൂളിലാണ് പഠിക്കുന്നത്, ഞങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നത്. നമ്മുടെ എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുമ്പം ഞങ്ങൾക്കും സഹായമാണ്, ഞങ്ങൾക്കും സന്തോഷമാണ്, അതുപോലെ തന്നെ മക്കൾക്കും സന്തോഷമാണ് ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞിടെ അവൾ പറയുകയും ചെയ്ത് അടുത്ത വർഷം വയനാട്ടിലോട്ട് TC മേടിച്ച് കൊണ്ടുപോകുമോ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പോകത്തില്ല, എനിക്ക് ഗബ്രൂട്ടനെ കാണാതിരിക്കാൻ പറ്റത്തില്ല, ഗബ്രൂട്ടനെ എടുക്കുകയോ നോക്കുകയൊക്കെ ചെയ്യണ്ടേന്ന് പറഞ്ഞു. അപ്പം അവരുടെ മൈൻഡിലും അതൊക്കെ തന്നെ, നമ്മളാരും പഠിപ്പിച്ചു കൊടുത്തതോ ഒന്നുമല്ല. അവരും
എല്ലാം കണ്ടെല്ലാം കേട്ടെല്ലാം വളരെ. ഇപ്പം ഞാൻ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞങ്ങൾക്ക് ഇതുപോലെ അതായത് പ്രിൻസിനെയും പോലെ ഒരു കുഞ്ഞുങ്ങൾ 2 മക്കളുണ്ടായിരുന്നുണ്ടെങ്കിൽ ഡോറയ്ക്ക് ഈ അസുഖമുണ്ട് അതുകൊണ്ട് അവരെ വേറെ ആരെങ്കിലും നോക്കണം എന്ന് പറഞ്ഞ് കൊണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം മക്കൾ ഞങ്ങൾക്ക് ആയിട്ട് ജനിച്ചില്ലെങ്കിലും ഞങ്ങളുടെ തന്നെ ബ്ലഡാണ്, ഞങ്ങളുടെ തന്നെ രക്തമാണ്, ഞങ്ങളുടെ തന്നെ മക്കളാണ്. ഞങ്ങൾ പണ്ട് അതായത് വിവാഹം കഴിച്ച സമയത്ത് ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരു 3 കൊല്ലത്തിന് ശേഷമാണ് ഞങ്ങൾ ഡോറ പ്രഗ്നൻ്റ് ആവുന്നത് കാര്യങ്ങളെല്ലാം. അപ്പോൾ 2 കൊല്ലത്തിന് ശേഷം, സോറി ഞാൻ തെറ്റിപ്പോയി, 2 കൊല്ലം ആയപ്പോഴാണ് ഞങ്ങൾക്ക് ഗബ്രൂട്ടൻ്റെ, അതായത് ആദ്യത്തേത് അബോർഷനായി പോയി, രണ്ടാമത് നമ്മുടെ ഗബ്രൂട്ടൻ വരുന്ന സമയത്ത് അത് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പം ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തൊട്ടേ അതായത് ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ച കാലം തൊട്ടേ ഞങ്ങളുടെ മക്കളായിട്ട് ഞങ്ങൾ കരുതിയിരിക്കുന്നത് പ്രിൻസിനെയും പ്രിൻസിയാണ്. ഓക്കെ, അപ്പം അന്ന് തൊട്ടേ മക്കൾ ഞങ്ങളുടെയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ വളർത്തുന്നതും കാണുന്നതും കേൾക്കുന്നതും എടുക്കുന്നതും എല്ലാം തന്നെ. ഞങ്ങളുടെ ഗബ്രൂട്ടൻ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ ഗബ്രൂട്ടൻ ചെയ്യുന്നതിനേക്കാളും ഒരു പടി മുന്നിൽ നിന്ന് അവർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ വന്നിടയ്ക്ക് ഇവരുടെ അച്ഛനും അമ്മയെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അന്നേരവും ഞാനാ ഈ പറഞ്ഞ പോലെ മുടി കെട്ടി കൊടുക്കുന്നതും. അന്ന് എനിക്ക് ഇത്ര കുഴപ്പമൊന്നുമില്ല. അത് ഞാനാ രാവിലെ ഒന്ന് കുളിപ്പിച്ച് ബാത്റൂം കയറ്റി ഞാൻ അവളെ കുളിപ്പിച്ച് ഒരുക്കി. അന്ന് പ്രിൻസി കൊച്ചായിരുന്നു, ഇപ്പൊ പ്രിൻസി വലുതായിരുന്നു. അതെ, അന്ന് കൊച്ചായിരുന്നു. ഞാനാണ് അന്ന് എനിക്ക് വണ്ടി ഉണ്ട് കേട്ടോ, വണ്ടി ഓടിക്കുന്ന ഇതാ ഞാൻ തന്നെയാണ്. ഫുഡ് ഉണ്ടാക്കി എല്ലാം കൊടുത്ത് ഞാൻ തന്നെ സ്കൂളിൽ കൊണ്ടുപോയി സ്കൂളിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്യും. അന്നും അവരുടെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനായിരുന്നു, എൻ്റെ അടുത്തായിരുന്നു കൂടുതൽ അടുപ്പവും കാര്യങ്ങളും, കിടക്കുന്നതും കളി പറയുന്നതും എല്ലാം എൻ്റെ കൂടെ തന്നെ. അത് അന്നത്തോലെ തന്നെ ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അതിൽ എനിക്ക് വലിയ ഞങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല. കാരണം ഞങ്ങളുടെ മക്കളാണ് അവർ. ഞങ്ങൾക്കായിട്ട് ജനിച്ചില്ലെങ്കിലും ഞങ്ങളുടെ മക്കൾ തന്നെയാണ്. പക്ഷേ ഭയങ്കര ചില സമയത്ത് ചില വരുന്ന കമൻറ്റുകൾ ഭയങ്കര വൾഗറായിട്ട് എൻ്റെ അനിയനെയൊക്കെ ഭയങ്കര മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് കമൻറ്റും കാര്യങ്ങളും വരാറുണ്ട്. സത്യത്തിൽ നിങ്ങൾ കാരണം പലപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിൽ പല രീതിയിലുള്ള താളപ്പിഴകൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാർ കാരണം. ഉള്ള കാര്യം ഞാൻ പറയാം, ഇപ്പം നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയായിരിക്കും മറ്റുള്ളവരെ ഇങ്ങനെ പറഞ്ഞു വേദനിപ്പിക്കുന്നത്. പക്ഷേ ഈ വേദനിക്കുന്ന ആൾക്കാരെ എപ്പോഴെങ്കിലും അവരുടെ മനസ്സുള്ളുരുകി അവർ നിങ്ങളൊന്ന് ശപിക്കുകയോ നിങ്ങളൊന്ന് എന്താ പറയുക എന്തെങ്കിലും ഒന്ന് അവരെ വിഷമത്തിൻ്റെ പുറത്ത് അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് നിങ്ങൾ കേൾക്കാതൊന്നും ഇരിക്കില്ല. കാരണം അത്രയ്ക്കും മനസ്സ് വേദനിച്ചായിരിക്കും അവരൊക്കെ പറയുന്നത് എന്തെങ്കിലും. നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ട് പോകാം, പക്ഷേ അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ഞങ്ങൾ കമൻറ്റ് നോക്കാത്തത് കൊണ്ട് ഞങ്ങൾക്കത് ബാധിക്കുന്നില്ല. അപ്പോൾ കമൻറ്റ് നോക്കാത്തത് കൊണ്ട് നമുക്ക് റിപ്ലൈയും കൊടുക്കാൻ പറ്റുന്നില്ല പല കമൻറ്റിന്. അപ്പോൾ ഇതാ വന്നിരിക്കുന്ന കുറ്റമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ കമൻറ്റ് നോക്കൂല, ഞങ്ങൾ ആരെയും മൈൻഡ് ചെയ്യില്ല, ഇപ്പോൾ അഹങ്കാരമായിപ്പോയി. പിന്നെ എൻ്റെ ഒരു സംസാര രീതി എന്ന് വെച്ചാൽ എനിക്കിഷ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്, ഭയങ്കര സ്വാതന്ത്ര്യം എടുത്തായിരിക്കും സംസാരിക്കുന്നത്. അത് പ്രായത്തിനനുസരിച്ചാണ് ഞാൻ ബഹുമാനം കൊടുക്കുന്നത്. ഇപ്പോൾ എന്നെക്കാളും മൂത്ത ആൾക്കാരാണ്, 1 വയസ്സിന് മൂത്തയാണെങ്കിൽ പോലും ഞാൻ അവർക്ക് ബഹുമാനം കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സായിട്ട് കരുതുന്ന ആൾക്കാർക്ക് ഞാൻ ബഹുമാനം കൊടുക്കാറില്ല. കാരണം നാസിക്ക് ഞാൻ ബഹുമാനം കൊടുക്കാറില്ല, പേടിയുണ്ട് എനിക്ക് നാസിയെ, പക്ഷേ ബഹുമാനം ഞാൻ കൊടുക്കാറില്ല. പിന്നെ നമ്മുടെ സെയ്ദ്, ഞാൻ അവനെ പരിചയപ്പെട്ട അന്ന് തൊട്ട് ഞാൻ അവനെ ലുട്ടാപ്പി എന്നാണ് വിളിക്കുന്നത്, അവൻ എന്നെ രാജനുണയാണ് വിളിക്കുന്നത്. അത് ഞങ്ങൾക്കിടയിലുള്ള ഒരു കളിതമാശയാണ്. അവനല്ലാതെ ഞാൻ എന്നിട്ട് ഈ കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ അവനോട് ചോദിച്ചിട്ടാ നിനക്ക് ഇങ്ങനെ വിഷമമൊക്കെ വരുന്നുണ്ടോ ഞാൻ ലുട്ടാപ്പി എന്ന് വിളിക്കാം, ചേട്ടൻ എന്തിനാ അതൊക്കെ മൈൻഡ് ചെയ്യുന്നത്, ചേട്ടന് വേറെ പണിയില്ല, എന്നോട് അങ്ങനെയാണ് അവൻ ചോദിച്ചത്. മീൻസ് അവന് യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല. ഇപ്പം നമ്മളൊരു തമാശയ്ക്ക് അപ്പം നിങ്ങൾ ചിന്തിക്കും അവനെ എന്തിനാ അങ്ങനെ വിളിക്കുന്നത്. സത്യത്തിൽ ഞാൻ അങ്ങനെ വിളിച്ച് തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഇൻസ്റ്റഗ്രാം നെയിം മായാവി എന്നാണ്, മിസ്റ്റർ മായാവി എന്നാണ് അവൻ്റെ ഇൻസ്റ്റഗ്രാം പേജ്. അപ്പോൾ ഞാൻ മിസ്റ്റർ മായാവി എന്നുള്ളത് ഞാൻ ചുമ്മാ തമാശയ്ക്ക് മിസ്റ്റർ ലുട്ടാപ്പി എന്ന് വിളിച്ച്, പിന്നെ അവൻ എന്നെ വേറൊരു പേരും പറഞ്ഞ് കളിയാക്കാറുണ്ട്. അത് പക്ഷേ ഞാനിപ്പോൾ ഇതിൽ പറയുന്നില്ല, ഓക്കെ, അത് ഇച്ചിരി വിവാദമാവുന്ന പേരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ അവൻ കളിയാക്കാറുണ്ട്. അപ്പോൾ സംഗതി എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സിനിടയ്ക്ക് എന്തിനാണ് അയ്യോ എന്നെ അങ്ങനെ വിളിച്ചു എന്നെ ഇങ്ങനെ വിളിച്ചു, ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. അപ്പോൾ നാസി എന്നെ എന്തെല്ലാം പറയാറുണ്ട്, എന്നെ എന്തെല്ലാം വിളിക്കാറുണ്ടെന്നറിയാമോ. പക്ഷെ ഞങ്ങളൊക്കെ ഫ്രണ്ട്സാണ്, ഞങ്ങളിതൊന്നും മൈൻഡിൽ പോലും കയറ്റാറില്ല, മൈൻഡിൽ പോലും ഞങ്ങളിതൊന്നും കാണാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഈ ഓരോരുത്തരും കമൻറ്റ് ഇടുമ്പോൾ അയ്യോ അങ്ങനെ വിളിച്ചായിരുന്നോ അങ്ങനെ പറഞ്ഞായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആ ഒരു സംസാരം രീതിയും അത് അവിടെ കൊണ്ട് തീർന്നു. ഇതിനെക്കുറിച്ച് പിന്നെ നമ്മൾ ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ആര്യ എനിക്കാണെങ്കിൽ എൻ്റെ ഷെമിയെ പോലെ എനിക്ക് കൂടെ പറക്കാതെ പോയൊരു അനിയത്തിയാണ്. ലുട്ടാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയ്ദ്, ഇനി അങ്ങനെ പറയാം, സെയ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവര് ഞങ്ങളുടെ അടുത്ത് പറയാതെയാണ് അന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി തന്നെ രാത്രി സർപ്രൈസ് 11 മണിയായി. ഞാനിവിടെ
പട്ടിക്ക് ചോറ് കൊടുത്തില്ലല്ലേ? ഇല്ല, പട്ടിക്ക് ഗബ്രൂട്ടിനെ അങ്ങ് ഉറക്കി കിടത്തിയപ്പോൾ അയച്ചാൻ പറഞ്ഞു എടി അവരവിടെ വന്നെന്ന് പറയാം. ഞാൻ വിചാരിച്ച അപ്പോഴും ചുമ്മാതെ ആയിരിക്കുമെന്ന്. ഞാൻ കിടക്കാൻ വേണ്ടി പാവിരിക്കാൻ വേണ്ടി ഞാൻ ഹാളിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കിടക്കാൻ വേണ്ടി പാവിരിക്കാൻ വേണ്ടി പോയപ്പോഴാണ് കോള് വരുന്നത്. സൂപ്പർ സ്റ്റാർ ബിനോയ് എവിടാന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അവൻ എന്നെ അങ്ങനെയൊക്കെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു സൂപ്പർ സ്റ്റാറിൻ്റെ നമ്പർ ഇപ്പോഴാണ് ഓർത്തത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ ഷോക്കായിപ്പോയി. ഒട്ടും വിചാരിച്ചില്ല അത് അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പോൾ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം ഞങ്ങളും മറന്നുപോയി. അവര് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ബർത്ത്ഡേ ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ അവരുടെ അടുത്ത് കാണിക്കുന്ന ആ സ്നേഹം, ആ കരുതൽ അവർക്കുള്ളത് കൊണ്ടാണ് അവർ നമ്മളടുത്ത് അവരുടെ സന്തോഷം പങ്കുവെക്കാനായിട്ട് ഓടി വന്നത്. അതായത് 117 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് അവർ വൈകിട്ട് വണ്ടി ഓടിച്ച് ഇവിടെ ഓടി വന്നു. അവൻ്റെ വണ്ടിയിലാണ് വന്നത്. അപ്പോൾ നമ്മൾ അവരോട് കാണിക്കുന്ന സ്നേഹവും കരുതലും അവർക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അവർക്ക് അറിയാവുന്നുണ്ടാവുന്നത്. അതല്ലാതെ ഈ കമൻറ്റ് ഇടുന്നത് പോലെ ആരും എന്തിനാണ് അവരെ വീട്ടിൽ പോയത്, അതുകൊണ്ടല്ലേ അവരങ്ങനെ കളിയാക്കിയത്, നിങ്ങളവിടെ പോകുന്നത് അവർക്ക് ഇഷ്ടമല്ല, പിന്നെ എന്തിനാണ് അവരെ വീട്ടിലേക്ക് വലിഞ്ഞേറിപ്പോയത്, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എന്ത് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ അവരുടെ അടുത്തോട്ടും പോകാറുണ്ട്, അവർ ഇങ്ങോട്ടും വരാറുണ്ട്, ഞങ്ങൾ നാസിയുടെ അടുത്ത് പോകാറുണ്ട്, നാസിയുടെ വീട്ടുകാർ ഇങ്ങോട്ട് വരാറുണ്ട്. ഇതൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പിനിടയ്ക്കുള്ള കാര്യങ്ങളാണ്. സത്യത്തിൽ ഈ ബന്ധങ്ങളുടെ വില അറിയാൻ വയ്യാത്ത ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഉള്ളത് ഞാൻ പറയാം. നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ കസിൻസ് ആണെങ്കിലും നമ്മൾ ഒന്നിരുന്ന സമയത്ത് നമ്മൾ പല രീതിയിൽ തമാശയും കാര്യങ്ങൾ പറയാറുണ്ട്. പിന്നെ ആര്യയുടെ മുട്ട പൊട്ടിച്ചതിൻ്റെ ഒരു കാര്യം അത് ഭയങ്കര വിവാദമായി. അതിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ തെറി കേട്ടത്. ഇപ്പോഴും ആര്യ നമ്മുടെ പ്രിൻസസ് ഓഫ് മായാവി എന്ന് പറയുന്ന ചാനൽ, അതായത് നമ്മുടെ ആര്യയുടെ സെയ്തിൻ്റെയാണ്. അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോയുടെ താഴെ മൊത്തം ഞാൻ അഹങ്കാരിയാണ്, ഞാനാണെങ്കിൽ എന്താണ് എന്തൊക്കെയോ പറഞ്ഞിട്ട്, എന്നിട്ട് ഡോറയുടെ അച്ഛൻ ഇപ്പോൾ ഭയങ്കര അഹങ്കാരിയായിപ്പോയി. എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. ഞാൻ എപ്പോഴും ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് മെച്യൂരിറ്റി ഇല്ല എന്ന് പല കമൻറ്റിലും ഞാൻ കണ്ടു. സത്യം പറഞ്ഞ് ഞാനിത് നമ്മുടെ വീഡിയോയിൽ പല തവണ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തീരെ മെച്യൂരിറ്റി ഇല്ല. എൻ്റെ വീട്ടിൽ മെച്യൂരിറ്റി ഉണ്ടെന്ന് പറയുന്നത് ഉള്ളത് ഞാൻ പറയാം. ഇതിനാണ് മെച്യൂരിറ്റി ഉള്ളത്. എനിക്ക് 1% പോലും ഒരു ഇച്ചിരി പോലും മെച്യൂരിറ്റി എനിക്കില്ല. അത് ഇവക്കറിയാം, എൻ്റെ അമ്മയ്ക്കറിയാം, എൻ്റെ വീട്ടുകാർക്ക് എല്ലാം അറിയാം, നാസിക്കറിയാം. അത് ഇവരൊക്കെ പലപ്പോഴും പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ട്. എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്നേക്കാളും ഒരുപാട് മെച്യൂരിറ്റി ഉള്ള വ്യക്തിയാണിത്. ഓക്കെ, ഞാൻ എപ്പോഴും കളി തമാശയും കുട്ടിത്വവും എന്നുവെച്ചാൽ എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ഞാൻ എവിടെ ചെന്നാലും കൂടുതലും കുട്ടികളായിട്ടാണ് ഞാൻ കമ്പനി കൂടുന്നത്, കുട്ടികളായിട്ടാണ് ഞാൻ കളിക്കുന്നത്, തമാശ പറയുന്നത്. അത് ഞാൻ എവിടെ ചെന്നാലും എവിടെ എൻ്റെ അടുത്ത് കല്യാണത്തിന് എവിടെ പോയാലും എന്നെ തിരിച്ചു കാണിച്ചാൽ മതി. എല്ലാ പിള്ളേരും നീ കല്യാണത്തിന് മുമ്പുള്ള കാര്യം എനിക്കറിയില്ല. കല്യാണത്തിന് മുന്നേ എന്നല്ല പറഞ്ഞത്, കല്യാണത്തിൽ അതുപോലെ എവിടെയെങ്കിലും പോയാലും. ഞാനുമായിട്ട് നീ കല്യാണത്തിന് പോയിട്ടില്ലല്ലോ. ഇല്ല, ഈ മനുഷ്യൻ എന്നെ അവിടത്ത് കൊണ്ടുപോയിട്ടില്ല. ഫംഗ്ഷൻ ഒന്നും കൊണ്ടുപോകും, അവിടെ പോയിട്ട് തിരിച്ച് അതേപോലെ അങ്ങനെ വെച്ചാൽ എനിക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ അങ്ങനെ എവിടെയും പോയിരുന്ന അവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കാറില്ല. ആ ഒരു കല്യാണത്തിന് വെച്ചാൽ അജ്മലിക്കാടെ കല്യാണത്തിൽ എൻഗേജ്മെന്റിന് മാത്രം പോയത്. അജ്മലിക്കയോ? ഇക്കല്ലേ? ആണോ? അന്ന് അജ്മലിന്റെ അല്ലാതെ ഒരിടത്തും പോയിട്ടില്ല. അപ്പോൾ എൻഗേജ്മെന്റിന് അജ്മലിന്റെ അത് തന്നെ എൻഗേജ്മെന്റിന്. അപ്പോൾ സംഗതി എന്ന് വെച്ചാൽ എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. ഞാൻ ഇങ്ങനെ വിടുവായത്തരവും പറഞ്ഞ് ഇങ്ങനെ കളിതമാശയും പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അതിൻ്റെ അഹങ്കാരമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. പിന്നെ മുട്ട പൊട്ടിച്ച കാര്യം, അത് അവൻ്റെ പെണ്ണിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി മുട്ട വാങ്ങിച്ചുകൊണ്ട് വെച്ചു. അത് മാത്രമല്ല അരിപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് അരിപ്പൊടി മാറ്റിയത് കൊണ്ട് കാര്യമായില്ലെങ്കിൽ അതിൻ്റെയും തെറി ഞാൻ കേട്ടേനെ. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ പിന്നെ അവൾ തന്നെ പറഞ്ഞു അവളുടെ ലൈഫിൽ ഇങ്ങനൊരു ബർത്ത്ഡേ അവൾ ആഘോഷിച്ചിട്ടില്ല. ഒരുപാട് സർപ്രൈസ് ആയിപ്പോയി, ഒത്തിരി സന്തോഷമായി. സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു. മുട്ട മേടിച്ചോണ്ട് വെച്ചപ്പോൾ സാധാരണ മുട്ട മേടിച്ച് വെക്കാറുണ്ട് ഇവിടെ കുഞ്ഞു. ഞാൻ മുട്ട വാങ്ങിക്കുകയാണെങ്കിൽ 10 മുട്ട ഞാൻ തികച്ചു മേടിക്കും. ഇത് ഞാൻ എണ്ണയൊന്നും ഇല്ലല്ലോ, ഇവിടെ വെച്ചൊക്കെ ഇവിടെ. അപ്പൊ പ്രിൻസിപ്പളിനോട് ചോദിക്കുകയും ചെയ്തു, ഇതാരാ മുട്ട ഇവിടെ കൊണ്ടുവച്ച? ഞാൻ പറഞ്ഞു അയ്യോ ഇവിടെ വെച്ചാൽ പൊട്ടിപ്പോ, അവിടെ ഇവിടെ കൊണ്ടുവെക്കുന്നു പറഞ്ഞു. പക്ഷെ അന്നേരം ഞാൻ ഇതിനാന്ന് വിചാരിച്ചില്ല. അന്നേരം എന്നോട് പറഞ്ഞത് എനിക്കൊരു ആവശ്യത്തിനാന്ന് പറഞ്ഞു. എന്തുവാന്ന് ഞാനും കരുതിയില്ല. പക്ഷെ എല്ലാം കഴിഞ്ഞ് എടുത്തുകൊണ്ട് വരുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതിനായിരുന്നു. അവസാനം അവനങ്ങ് സങ്കടം വന്നു, മുട്ട അല്ലെങ്കിൽ പാവം തോന്നുന്നു. അന്ന് പിന്നെ നേരത്തെ ചിന്തിക്കണ്ടായിരുന്നു. വേണ്ടടാന്ന് പറഞ്ഞിട്ടും വേണം ചേട്ടാ എന്ന് പറഞ്ഞ് അടിച്ചത് അവനാണ്. ലാസ്റ്റ് പിന്നെ അതിനകത്ത് കണ്ടതെന്ന് വെച്ചാൽ മുട്ട അടിക്കുമ്പോൾ സ്മെല്ല് വരത്തില്ലേ, മുറ്റത്തായിരുന്നേ കുഴപ്പമില്ലായിരുന്നല്ലോ, തറയൊക്കെ കേടാവത്തില്ല. ഇല്ല, നമ്മുടെ തറ മറ്റേ ഇതായതുകൊണ്ട് റെക്സിനല്ലല്ലോ, ഇതിനെന്തായിരുന്നു പറഞ്ഞത് നമ്മളന്ന്, വിനോളിനായതുകൊണ്ട് അതിനകത്ത് വീണ എല്ലാം ഞാൻ നന്നായിട്ട് രാത്രി തന്നെ തുടച്ചു മാറ്റി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവിടെയാണ് ഞാനും സേതും കിടക്കേണ്ടത്.
അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. സെയ്തും അവളും കയറി അവളുടെ തല കഴുകി ഇറങ്ങി വന്നു. തലയെ മാത്രമേ അവളെ ദേഹത്തൊന്നും ആയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് എല്ലാം കഴുകിയിട്ട് ഇറങ്ങി വന്നു. അപ്പോൾ നമുക്കത് ഭയങ്കര ഇല്ല അല്ലെങ്കിൽ മുട്ട നല്ലതാണ്, പച്ചമുട്ട അത് വെച്ച് ഈരി കഴിഞ്ഞപ്പോഴത്തേനും മുടി നല്ല ഷൈനിങ്. അവള് പറയുകയും ചെയ്തു മറ്റേ കണ്ടീഷണർ പോലെ ആയില്ലേ, കണ്ടീഷണർ യൂസ് ചെയ്ത പോലെ ആയിപ്പോയി. ഇല്ല, മുട്ട സത്യം പറഞ്ഞ ഒരു കണ്ടീഷണർ പോലെയാണ്. നമ്മൾ മുട്ടയാണെങ്കിൽ തലയിൽ അടിക്കുന്നത് മുടിക്ക് നല്ലതാണ്. ഇത് പലരും ഹെയർ മാസ്ക് ആയിട്ട് ഇടാറുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതൊന്നും വലിയ കെമിക്കൽ തരുന്നതൊന്നുമല്ല. പിന്നെ ഫുഡ് കൊണ്ട് കളിക്കണം എന്ന് പറഞ്ഞാൽ ശരിയാണ്, ഫുഡ് കൊണ്ട് കളിക്കുന്നതൊക്കെ തെറ്റാണെയാണ്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ മുട്ട വാങ്ങിക്കുന്ന പൈസയ്ക്ക് നമ്മളൊരു പടക്കം വാങ്ങിച്ച് പൊട്ടിച്ചാൽ അതും വെറുതെ അനാവശ്യ ചിലവല്ലേ. അപ്പോൾ എല്ലാം നമ്മൾ എങ്ങനെ നോക്കിയാലും ചിലപ്പോൾ മോശം കാണണം എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്ത് മോശം കാണും, മോശമല്ല എന്ന് വിചാരിക്കുന്നിടത്ത് മോശമല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ സന്തോഷത്തിന് ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡല്ല എടുത്ത് നശിപ്പിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോ സന്തോഷം അവരുടെ ലൈഫിൽ അവരിങ്ങനെ ആഘോഷിക്കും. ഞങ്ങൾ സത്യം പറഞ്ഞാൽ മറ്റേ ഇതാണ് സ്നോ സ്പ്രേ ആണ് ഞങ്ങൾ പോയി ചോദിച്ചത്, പക്ഷേ സംഗതി എങ്ങും ഇല്ലായിരുന്നു. അതാണ് ലാസ്റ്റ് പിന്നെ മുട്ടയിൽ അങ്ങ് ഒതുക്കിയത്. അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ സന്തോഷം നമ്മുടെ ലൈഫിൽ. ഇന്ന് കിടന്ന് നാളെ എഴുന്നേക്കുമെന്ന് ഉറപ്പില്ലാത്ത മനുഷ്യരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളായിട്ട് കണ്ടാൽ മതി അതൊക്കെ. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഗബ്രൂട്ടൻ്റെ ഹോസ്പിറ്റൽ ഗബ്രൂട്ടന് ഇനിയാണെങ്കിൽ ചെക്കപ്പിന് കൊണ്ടുപോകണം. അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. മോനെ ബ്ലഡിൽ കൗണ്ട് കൂടുതലായിരുന്നു. ഇപ്പം പിന്നെ കുഴപ്പമില്ലാതെ വരുന്നു. മെഡിസിൻസൊക്കെ ഇപ്പോൾ 2 ആഴ്ചയായില്ലേ, മെഡിസിൻസും കാര്യങ്ങളെല്ലാം കൊടുത്ത് മോനെ ഓക്കെ ആയി വരുന്നു. പ്രിൻസിക്കും ഏകദേശം ഓക്കെ ആയി വരുന്നു. ഇനി പ്രിൻസിക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകണം. എനിക്ക് സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കുത്തിവെക്കുന്നതെന്ന് പറയുന്നത് എനിക്ക് പേടിയാണ്. അതുകൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര പേടിയാണ്. ഞാൻ പ്രിൻസിക്ക് കുത്തിയാലും പ്രിൻസിന് കുത്തിയാലും എന്താ കണ്ണു അടച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. അതായത് എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരിക എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര പേടിയാണ്. എനിക്ക് അത്രയ്ക്കൊന്നും മനസ്സിന് കട്ടിയില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. പ്രിൻസിനെയും ഗബ്രോനെയും കൊണ്ടുപോകണം, പ്രിൻസിനെയും കൊണ്ടുപോകണം. പക്ഷെ ഞാനിങ്ങനെ മടിച്ചിരിക്കുകയാണ്, എന്നെക്കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒന്ന് നോക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. കുറേ നാളിന് ശേഷമാണ് നമ്മൾ നമ്മുടെ വിശേഷങ്ങൾ പറയാനായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് പുറത്തൊന്നും മിക്കപ്പോഴും ഇപ്പോൾ ഉച്ചയ്ക്കത്തെ പാചകമൊക്കെ ഞാനാണ്. പണ്ടും നിങ്ങൾക്കറിയാം, പണ്ട് പാചകം രാവിലത്തെ ആണെങ്കിലും വൈകിട്ടത്തെ ആണെങ്കിലും പാചകം ഫുള്ള് ഞാനായിരുന്നു. ഇപ്പം പിന്നെ രാവിലത്തെ പാചകം ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഉച്ചയ്ക്കത്തെ പാചകം ഞാനങ്ങ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ്. അപ്പം നമുക്ക് പുറത്ത് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇവിടെ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. മക്കൾ സ്കൂളിൽ പോയി കഴിയുമ്പോഴത്തേക്ക് മക്കളുണ്ടെങ്കിൽ നമുക്കൊരു ആശ്വാസമാണ്. അതാണ് കൂടുതലും കുഞ്ഞുങ്ങൾ നമുക്ക് കുഴപ്പമുള്ളപ്പോൾ നമുക്ക് ആശ്വാസമാണ് എന്ന് പറയുന്നത്. പക്ഷെ അതുപോലെ മനസ്സിലാക്കാൻ പലർക്കും പറ്റുന്നില്ല. ഓക്കെ, അതൊന്നും പറയണ്ട ഇനിയിപ്പം. അപ്പോൾ എനിക്കെപ്പോഴും പുറത്തു പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ 50 രൂപയ്ക്ക് ചിക്കൻ ബോൺ കിട്ടും 1 കിലോ. അതൊരു 3-4 കിലോ വാങ്ങിച്ചിരിക്കും. പിന്നെ നാസിയുടെ കയ്യിൽ നിന്ന് മീൻ വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു 4-5 കിലോ മീൻ വാങ്ങിച്ച് വെച്ചിരിക്കും. കാരണം എപ്പോഴും പുറത്ത് പോയി എനിക്കിത് മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് പൈസ ഉള്ളപ്പം നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്ന സമയത്ത് ഞാൻ ഇതെല്ലാം ഒന്നിച്ച് വാങ്ങിച്ച് വയ്ക്കും. അപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. 2 ആഴ്ച കൂടുതലൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതായത് ഇങ്ങനെ വാങ്ങിച്ച് വെച്ചേക്കുന്നതുകൊണ്ടാണ് നമുക്കാണെങ്കിൽ സ്ഥിരം ദിവസം മീനാണെങ്കിലും ചിക്കനാണെങ്കിലും ഉള്ളത്. അല്ലാതെ നമ്മൾ വലിയ വില കൊടുത്തല്ല സാധനങ്ങൾ വാങ്ങിക്കുന്നത്. പിന്നെ ഇവിടെ ബീഫ് ഇപ്പം വാങ്ങിക്കാറില്ല അല്ലേ. ബീഫ് വാങ്ങിച്ചിട്ട് കുറേ നാൾ. എനിക്ക് ഒന്ന് പോർക്ക് കഴിക്കണം തോന്നിയപ്പോൾ ഞാൻ കൊല്ലത്ത് പോയി പോർക്ക് വാങ്ങിച്ചുകൊണ്ട്. അപ്പോൾ അതിനൊക്കെ ഭയങ്കര ബാഡായിട്ടുള്ള കമൻറ്റ്. ഇപ്പം നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ പച്ചമുളക് മാത്രം കഴിച്ച് ഞങ്ങൾ കഞ്ഞി കുടിച്ചിട്ടുള്ള സമയമൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് കഴിക്കാനൊരു സാഹചര്യം വന്നതുകൊണ്ട് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നു. അത് പണത്തിൻ്റെ അഹങ്കാരമാണ്. എപ്പോഴും ഇപ്പോൾ ഒരേപോലെ കിടക്കണം ജീവിക്കണം എന്നില്ലല്ലോ. പണത്തിൻ്റെ അഹങ്കാരമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം വന്നൊരു കമൻറ്റാണ്, അത് ഞാൻ പറയുന്നില്ല. അവരുടെ മക്കളുടെ ഫോട്ടോ ഇട്ടുകൊണ്ടാണ് അവർ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ആ മക്കളെ നാണം കെടുത്തുന്ന രീതിയിലാണ് അവർ പരിപാടി ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പോട്ടെ, ഞാൻ എന്തായാലും ആ മക്കളുടെ ഫോട്ടോ ഒന്നും എടുത്ത് കാണിക്കില്ല. കാരണം അവരെ പോലെ അത്രയും തരം താണോ ഇവരൊക്കെ നമ്മൾ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവർ പറഞ്ഞേക്കുന്നതാണ്, അവർ ചമ്മന്തിയും കൂട്ടിയാണ് കഴിക്കുന്നത്. ഇവനൊക്കെ അഹങ്കാരമാണ്. എല്ലിൻ്റെ ഇടയിൽ ജോലിക്ക് പോകാതെ എല്ലിൻ്റെ ഇടയിൽ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറി കുത്തിയേൻ്റെയാണ് ഈ എപ്പോഴും ചിക്കനും മീനും ബീഫും ഒക്കെ വാങ്ങിച്ച് കഴിക്കുന്നത്. ഇപ്പം ഓരോരുത്തർക്കും ഓരോ സാഹചര്യമാണ്. അവർക്ക് കഴിക്കാൻ ഇല്ലാത്തതുകൊണ്ട് അവർ കഴിക്കുന്നില്ല എന്ന് വെച്ചാൽ അവരെ നമ്മൾ ആക്ഷേപിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ കഴിക്കുന്നു എന്ന് വെച്ചാൽ ഞങ്ങളെ ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല.
ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. ഇപ്പം നമ്മളെക്കാളും കൂടുതൽ ഫുഡ് കഴിക്കുന്ന ആൾക്കാരുമുണ്ട്, നമ്മളെക്കാളും കുറച്ച് ഫുഡ് കഴിക്കുന്ന ആൾക്കാരുമുണ്ട്. ചിലർക്ക് ചോറിനൊക്കെ ഒരുപാട് കറികളും കാര്യങ്ങളും അങ്ങനെ സ്ഥിരമായിട്ടുള്ളവരുണ്ട്. ചിലപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ പച്ചക്കറി എന്തെങ്കിലും വേണം, തോരനും എന്തെങ്കിലും എൻ്റെ കൂടെ വേണം, ഒഴിച്ചറി എന്തെങ്കിലും വേണം, പിന്നെ എന്തെങ്കിലും ഇറച്ചിയോ മീനോ എന്തെങ്കിലും ആണെങ്കിൽ അതും കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്ക് ചിലപ്പോഴെന്ന് വെച്ചാൽ ഒരു കറിയൊക്കെ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ രീതി അങ്ങനെ. ഇറച്ചി മീനൊക്കെ ആണെങ്കിൽ ഒറ്റ കറി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് 3 നേരം കഴിച്ചിട്ട് ഇരിക്കും. നമ്മൾ ഉച്ചയ്ക്ക് വെക്കുന്ന സാധനം നമ്മൾ അങ്ങനെ ചിലപ്പോഴെന്ന് വെച്ചാൽ ചിക്കൻ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും ഞങ്ങൾ അത് തന്നെ എടുക്കാറുണ്ട്. ചിലപ്പം പിറ്റേ ദിവസത്തെ രാവിലത്തേക്കും കൂടെ അത് എടുക്കാറുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സാഹചര്യമാണ്, അതനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. അതല്ലാതെ ഒരാളിപ്പോൾ ചമ്മന്തി കഴിക്കുന്നുണ്ട് മറ്റേ ആൾ ചിക്കൻ കഴിക്കുമ്പോൾ അത് അയാളുടെ അഹങ്കാരമാണെന്ന് പറയുന്നത്, ഇതിലൊന്നും എന്തെങ്കിലും ലോജിക്കുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇങ്ങനെയുള്ള കമൻറ്റ് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതിനെതിരെ എന്തെങ്കിലും സംസാരിക്കുകയോ നമ്മളിപ്പോൾ ആക്ഷേപം പറയുമ്പോൾ നമ്മളതിനെതിരെ തിരിച്ച് കമൻറ്റ് ഇടുകയോ ചെയ്യുകയാണെങ്കിൽ അന്നേരം നമ്മൾ അഹങ്കാരികളാണ്. ഇനി കമൻറ്റിനൊന്നും മറുപടി കൊടുക്കാതിരുന്ന അന്നേരം നമ്മൾ അഹങ്കാരികളാണ്. ഇതൊക്കെ എന്ത് ലോജിക്കിൻ്റെ പുറത്താണ് പറയുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. പിന്നെ എന്നെ അഹങ്കാരി എന്ന് വിളിക്കുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. എന്നെ എത്ര വേണമെങ്കിലും അഹങ്കാരി എന്ന് വിളിച്ചാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ അഹങ്കാരി തന്നെയാണ്. കാരണം എന്നെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ തിരിച്ച് മറുപടി കൊടുക്കും, അത് ആരാണെങ്കിലും ശരിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളപ്പോൾ എന്നെ അഹങ്കാരി എന്ന് വിളിക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ഇഷ്ടം പോലെ വിളിച്ചോളൂ. പിന്നെ നമ്മുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെയൊക്കെ പറയുമ്പോഴാണ് നമുക്ക് കൂടുതലും ദേഷ്യം വരുന്നത്. ഡോറേനെ ഇത്ര നാളും കുട്ടിക്കുരങ്ങെന്ന് വിളിച്ചു, പിന്നെ അങ്ങനെ പല വികലാംഗ അങ്ങനെ പല പേരും വിളിക്കുന്നുണ്ട്. ഇപ്പം വിളിക്കുന്നത് ജിറാഫ് എന്നാണ്. എനിക്കറിയില്ല, ഇന്നത്തെ വീഡിയോയ്ക്ക് ഒന്നും കമൻറ്റുകളാണ് 10 കമൻറ്റ് വന്നിട്ടുണ്ട് ഒരാൾ തന്നെ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ ഗാന്ധിജിയാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുള്ളത് കേരളം ഭ്രാന്താലയമാണെന്ന്. പിന്നെ ആരാ പറഞ്ഞത്? വിവേകാനന്ദ സ്വാമികൾ. അത് തന്നെ, ഗാന്ധിജിയല്ല, വിവേകാനന്ദ സ്വാമികൾ. അപ്പോൾ വിവേകാനന്ദ സ്വാമികൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേരളം ഭ്രാന്താലയമാണ്. സത്യം പറഞ്ഞാൽ ഈ നെഗറ്റീവ് കമൻറ്റ് കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് നമ്മളിപ്പോൾ ഭ്രാന്താലയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഒരു ലോജിക്കും ഇല്ലാത്ത എന്തൊക്കെയോ വായി വന്നത് പറയുന്നു, എന്തൊക്കെയോ വായി വന്ന് വിളിച്ചു വന്നു. ഇത് ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഇത് നമ്മുടെ പ്രിൻസസ് ഓഫ് മായാവിയിലൊക്കെ വരുന്ന കമൻറ്റുകൾ കാണണം. അവരൊക്കെ എന്ത് അനാവശ്യം. പിന്നെ നമ്മുടെ റാണി പി സദാശിവം പുതുതായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. റാണി പി സദാശിവൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അത് അത്രയ്ക്കും വൃത്തികെട്ടൊരു സ്ത്രീ. ഈ കേരളക്കാരെ മൊത്തം അവരുടെ വൃത്തിയോട് ഒരു സമയത്ത് കണ്ടയാണ്. ഞങ്ങളൊക്കെ വിചാരിച്ചത് ഫേസ് കാണിച്ച് വീഡിയോ ഇട്ടയാണ് അവരെ, അന്നേരമെങ്കിലും അടങ്ങുമെന്ന് വിചാരിച്ചു, മാറും എന്ന് വിചാരിച്ചാണ്. പക്ഷെ ഈ ലോകത്ത് ഇത്രയും വൃത്തികെട്ട ഒരു അഴുക്ക സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ആദ്യമായിട്ട് റാണി പി സദാശിവനെ ആയിരിക്കും. കാരണം അത്രയ്ക്കും വൃത്തികെട്ട കമൻ്റാണ് പ്രിൻസസ് ഓഫ് മായാവിയിൽ അവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അവർ ആര്യനെക്കുറിച്ച് ഇനി പറയാനായിട്ടൊന്നുമില്ല. അവരുടെ കണ്ണിൽ കേരളത്തിലുള്ള ഈ യൂട്യൂബ് ചെയ്യുന്ന എല്ലാ സ്ത്രീകളും വേശ്യകളാണ്. അല്ല, വേശ്യകളാണ്. അവർ പറയുന്നതാണ് കേരളത്തിൽ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന എല്ലാ സ്ത്രീകളും വേശ്യകളാണ്. അപ്പം എനിക്ക് തിരിച്ച് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇവരും വീഡിയോസ് ഇടാറുണ്ട്, ഈ പറഞ്ഞ കാര്യം ഇവരുമാണോ എന്ന് എനിക്ക് തിരിച്ച് ചോദിക്കാനുണ്ട്. പിന്നെ ഇവർ ഞങ്ങളുടെ കേരള ബ്രദേഴ്സിൽ വന്ന് കമൻറ്റ് ഇട്ട സമയത്ത് ഞാൻ ഇങ്ങനെ അവരുടെ കമൻറ്റ് റിപ്ലൈ കൊടുത്തപ്പോൾ ഇവർ പറഞ്ഞതാണ് ഇവരെന്നെ കോടതി കയറ്റും, അവരുടെ കയ്യിൽ ആൾക്കാരുണ്ട്, അവർ പട്ടാളക്കാരൻ്റെ ഭാര്യയാണ്, അവരൊരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്. ഈ സർക്കാർ ഉദ്യോഗസ്ഥ ഈ പലചരക്ക് കടയിൽ സാധനം എടുത്തു കൊടുക്കാൻ നിന്ന് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി കേരള സർക്കാർ ഡയറക്റ്റ് ഇവരെയാണെങ്കിൽ ഇനി പലചരക്കടയിൽ നിയമിച്ചാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പലചരക്കടയിലൊക്കെ ഇപ്പോൾ കേരള സർക്കാർ നിയമിക്കാറുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അത് അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും കൂടെ ഒന്ന് തന്നാൽ നല്ലതായിരിക്കും. പിന്നെ ഈ പട്ടാളക്കാരൻ്റെ ഭാര്യ ആയതുകൊണ്ട് അവർക്ക് എന്തും കാണിക്കാം എന്നുള്ളൊരു ഹുങ്കാണ് അവർ പറയുന്നത്. അവർക്ക് അറിയാം ഏത് രീതി കൊണ്ടുപോകണം. മജിസ്ട്രേറ്റിന് മുമ്പിൽ അവർ ഞങ്ങളെ ഹാജരാക്കും. ഇവർ ഹാജരാക്കിയിട്ട് ഇവരുടെ ID പോയി നമ്മൾ കമൻറ്റ് ഇട്ടിട്ടില്ല, ഇവരെ നമ്മളാണ് അനാവശ്യം പറയാൻ പോയിട്ടില്ല, ഇവരെ നമ്മൾ കുറ്റം പറയാൻ പോയിട്ടില്ല. ഈ നാട്ടിൽ കണ്ട സ്ത്രീകളെ എല്ലാം അനാവശ്യം പറഞ്ഞ് നടന്നിട്ട് അവർ വലിയ പുണ്യാളത്തി. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഉറപ്പായിട്ട് ഇടുന്നതാണ് കേട്ടോ. കാരണം നമ്മളെല്ലാം ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇവരുടെ നമ്പറും കാര്യങ്ങളും നമ്മുടെ കിട്ടിയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഞങ്ങളിവിടെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലും പ്രിൻസസ് ഓഫ് മായാവി ട്രിവാൻഡ്രത്തും കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല വേറെയും 1-2 യൂട്യൂബർമാർ ഞങ്ങൾക്കൊപ്പം ഉണ്ട്. അവർക്കൊക്കെ നമ്മുടെ റാണി പി സദാശിവൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ലോക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ഇരിപ്പുണ്ട്. നമ്മുടെ പട്ടാളത്തിലുള്ള ചേട്ടനെ നമ്മൾ നാട്ടിലേക്ക് വരുത്തിച്ചിട്ട് അതിൻ്റെ രീതിയിലൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. പിന്നെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഇവർക്ക് മാത്രമല്ല ബാക്കിയുള്ള എല്ലാവർക്കും പോകാനുള്ള അധികാരവും അവകാശവും ഉണ്ടെന്നുള്ളതും നമ്മൾ റാണി പി സദാശിവൻ
തന്നെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. എത്രയും വേഗം നമ്മൾ കൂട്ടും. ഒന്നെങ്കിൽ ഇവരെ നമ്മളാണെങ്കിൽ ഏതെങ്കിലും ഒരു മെൻ്റൽ ഹെൽത്ത് സെൻറ്ററിൽ നമ്മളിവരെ അഡ്മിറ്റ് ചെയ്യിക്കും. കാരണം അമ്മാതിരി പണിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പറയുന്ന അനാവശ്യങ്ങൾ അങ്ങനത്തെയാണ്. ഏതെങ്കിലും ഒരു മെൻ്റൽ ഹെൽത്ത് സെൻറ്ററിൽ നമ്മളിവരെ അഡ്മിറ്റ് ചെയ്യിപ്പിക്കും. അതല്ലെങ്കിൽ ഈ പട്ടാളക്കാരൻ അവരെ ആണെങ്കിൽ നിലയ്ക്ക് നിർത്തണം, നട്ടലുണ്ടെങ്കിൽ. നമുക്കെന്തായാലും അതൊക്കെ ഇനി കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.